പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2024 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്തിയോടെ നമുക്ക് ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ പ്രാർത്ഥനയിലൂടെ അനേകം മക്കളെ കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ അതാ ദിവസങ്ങളിൽ നടക്കുന്ന ഡെയിലി ബ്രെഡിലൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അവർ കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവത്തോട് നന്ദി പറയുന്നു. അതുകൊണ്ട് വളരെ എഫിക്കസി ആയിട്ടുള്ളൊരു ഫലപ്രദമായൊരു പ്രാർത്ഥനയാണിത്. ഇത് പങ്കെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ എത്ര നേരം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രതയാണ് പ്രധാനപ്പെട്ട കാര്യം. 39 വർഷത്തെയാണ് ശുശ്രൂഷ. ഞാൻ അച്ഛനായി ആ പിറ്റേ കൊല്ലം തന്നെ കർത്താവിൻ്റെ പ്രത്യേക ശുശ്രൂഷ കർത്താവിനേക്ക് വെളിപ്പെടുത്തി തന്നു. സഭയുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയും നവീകരണത്തിന് വേണ്ടിയും വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും സുവിശേഷ സാക്ഷീകരണത്തിന് വേണ്ടിയും അത് കർത്താവ് അതാത് കാലങ്ങളിൽ അംഗീകരിക്കുകയും അത് കർത്താവ് ഏറ്റെടുക്കുകയും ദൈവം അവരോടുകൂടി സഹകരിച്ചു, അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ പോലെ നല്ല കൃപാസനത്തിൻ്റെ അപ്ഡേഷൻസ് അങ്ങനെ കിട്ടിയതാണ്. അതാണ് ദൈവം അത് ഞാൻ എപ്പോഴും പറയണത്. നിങ്ങൾ ഈ കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളിലെ പങ്കുകാരാകുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ കൃപാസനം ഒരു മാതൃകയാണ്. എന്ന് വെച്ചാൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, എങ്ങനെ സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിക്കാം, എങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ വേല ചെയ്യണത്, എങ്ങനെയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഭൂമി വീണതിന് മറുപടി പറയണത്, അതിലൂടെ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായിട്ട് ദൈവത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിലുള്ള സ്വർഗത്തിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടപടിയുള്ള കാര്യങ്ങളാണ്.
അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുക മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കർത്താവെ, അങ്ങയുടെ മക്കളെ പ്രേക്ഷിതരായി അങ്ങ് വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സഭയിൽ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ദൈവവിളിക്കായിട്ട് ഒരുങ്ങുന്നവരെ അതിലേക്ക് നയിക്കുന്ന രീതിയിൽ അങ്ങ് വലിയ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയുള്ള ഇടങ്ങളും ദൈവവിളിക്കായി വന്നിട്ടുള്ളവരെ അതിൽ സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ സഭയെ വളർത്താനും നയിക്കാനും ഭരിക്കുക എന്നതിനേക്കാൾ ഉപരി പരിചരിച്ചുകൊണ്ട് അതിനെ വളർത്താൻ കർത്താവെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദൈവവിളികളും നീ ആശീർവദിക്കണമേ. ആരും കർത്താവെ കൊഴിഞ്ഞു പോകാതിരിക്കാനും അങ്ങ് വിളിച്ചവരെ എല്ലാവരെയും തന്നെ തിരഞ്ഞെടുക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള മക്കൾ അവരുടെ വയറ് കൈവച്ചുകൊണ്ട് അവരുടെ ഒരു കുഞ്ഞിനെ കർത്താവിന് കൊടുക്കാമെന്ന് തീരുമാനിച്ച അത് വലിയൊരു തീരുമാനമായിരിക്കും. അത് കാര്യം ദൈവവിളി എന്ന് പറയണത്, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഇരട്ടി കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാകണത്. നിങ്ങൾ ദൈവവിളിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ അലോസരപ്പെടുന്ന കാര്യങ്ങൾ, ഭാരപ്പെടുന്ന കാര്യങ്ങൾ ലഘുവായിട്ട് കർത്താവ് ചെയ്തു തരും. കർത്താവ് അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ശനിയാഴ്ച ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവരാഗ്രഹിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി ചെയ്യാനും പൂർത്തിയാക്കാനും നിനക്ക് കഴിയും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ രോഗികളായിട്ടുള്ളവർ, ശരീരത്തിന് വൈയായിക തോന്നുന്നവരുണ്ട് കർത്താവേ, അവർക്ക് ഭാരം നിറഞ്ഞ കുറേ രോഗം വന്നിട്ട് ദിവസങ്ങളായിട്ട് മാറാതെ ഇത് മാറണില്ലല്ലോ കർത്താവേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. നല്ല ദിനങ്ങൾ പാഴായി പോകുന്ന സങ്കടങ്ങൾ വിഷമിച്ചിരിക്കുന്നവരെ ഈ കുരിശുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ എടുത്തു മാറ്റുകയും നിങ്ങൾക്ക് നല്ല ഓജസ് ലഭിക്കുകയും ചെയ്യട്ടെ. നീ എന്തെങ്കിലും കരുതി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഇടപെടലുകളിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഇപ്പോഴും ആശീർവദിക്കട്ടെ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ സമയങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു നിർണായകമായ സമയം, ചിലപ്പോൾ കണ്ടുമുട്ടലിൻ്റെ സമയമാകാം, ചിലപ്പോൾ ഒത്തുതീർപ്പിൻ്റെ സമയമാകാം, ചിലപ്പോൾ ചർച്ച തീരുമാനമാകാൻ സമയമാകാം. നീ ആഗ്രഹിക്കുന്ന ചർച്ച തീരുമാനത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാകാം. ഒരു കാര്യം ദൈവത്തെ ഓർക്കുക, നിന്റെ ചെറുതും വലുതുമായ നിൻ്റെ സ്വകാര്യവും ജനകീയ കാര്യങ്ങളുമായ എല്ലാ കാര്യങ്ങളെയും ദൈവം ഹോണർ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇല്ലായ്മകളെല്ലാം ദൈവം അമ്മയിലൂടെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, പരിശുദ്ധ അമ്മ വഴി ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾ ലജ്ജിക്കരുത്. നിങ്ങളുടെ ആവശ്യം എന്തെന്ന് സുഖസ്ഥനായ പിതാവ് അറിയുന്നു എന്ന് പറഞ്ഞാലും ആ അറിവിൻ്റെ മേലെ ഒരു അക്കം കൊടുക്കാൻ വേണ്ടി അമ്മ ഒരു അനിവാര്യ ഘടകമാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇന്ന് ശനിയാഴ്ച അമ്മയുടെ ദിവസമായിട്ട് ഞങ്ങൾ ആചരിക്കുകയും അത് അമ്മയുടെ അരൂപിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഓരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ട് അമ്മയെപ്പോലെ യേശുവിനെ കാണാൻ ബന്ധപ്പെട്ട് പോയ പോലെ തിടുക്കത്തിൽ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഇന്ന് ശനിയാഴ്ച കണക്ക് തീർക്കേണ്ട ദിവസമാണ്. ജോലിക്കാർക്ക് കണക്ക് തീർക്കാൻ കാരണം കയ്യിലില്ലാതെ അവർക്ക് തരേണ്ടാവുള്ള തരുമെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരും, ജോലിക്കാരാണെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ഹൃദയം നൊന്തും പൊടിഞ്ഞൊക്കെ ഇരിക്കുന്ന ചെറുകിട വ്യാപാര വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ ഓണർമാരായിട്ടുണ്ട്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരെപ്പോഴും എല്ലാ പ്രാവശ്യവും ഇതുപോലെ സന്ധ്യയാകുമ്പോൾ വേദനിക്കേണ്ട അവസ്ഥ വരരുത് ഈശോയെ. അവർ സന്ധ്യയാകുമ്പോൾ സ്ഥിരമായിട്ട് വേദനിക്കുന്നവരെ, തൊഴിൽ, പണം, കുടുംബം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥകൾ സന്ധ്യയാകുമ്പോൾ സ്ഥിരമായി വേദനിക്കുന്നവരെ അങ്ങയുടെ ദൃശ്യനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ ഇപ്പോൾ ഓൺലൈനിലുള്ളവർ, ഇത് എപ്പോഴാണ് ഇത് പ്രാർത്ഥന കേൾക്കുന്നത് അപ്പോഴും ഓൺലൈനിലുള്ളവർ, കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ, ഞാൻ അങ്ങയുടെ ദൃശ്യനിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തിന് 39 കൊല്ലത്തെ ശുശ്രൂഷയ്ക്ക് അങ്ങയുടെ മുമ്പിൽ ഉള്ള വിലയുടെ അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ കരുണ തോന്നണം. സർവ്വപരി ദൈവം കൃപാസനം ചുരിഞ്ഞിട്ടുള്ള
സ്വന്തം സ്ഥാപനം പോലെ, സ്വന്തം ശുശ്രൂഷ കേന്ദ്രം പോലെ ദൈവം അമ്മ മാതാവ് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കൃപാസനത്തിൻ്റെ അധ്യയനം ആശ്രയിച്ച് ജീവിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതാ സ്ഥലങ്ങളിൽ അമ്മയും കൂടെ അവരുടെ കൂടെ എത്തിക്കൊണ്ട് അവിടെ സ്വന്തം കാര്യം പോലെ ചെയ്യുന്നത് പോലെ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെയും കാര്യങ്ങൾ അമ്മ ഏറ്റെടുക്കുകയും അമ്മയുടെ സ്വന്തം കാര്യം പോലെ ഇന്ന് സന്ധ്യയ്ക്കുള്ളിൽ ഈ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കുക. നിനക്ക് ശുഭം ഭവിക്കാൻ, നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. ശുഭം ഭവിക്കുക എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിലെ ആദ്യ ചൊവ്വാഴ്ചയും അനുദിന ഡെയിലി ബ്രെഡിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇതൊരു ചെറിയ സബ്ജക്റ്റ് അല്ല. അതായത് എന്താണ് ശുഭം എന്ന് പറയണത്? ദൈവം ഒരു വിഷയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ ദൈവം നൽകുന്നതാണ് ബൈബിളിൽ ശുഭം എന്ന് പറയുന്നത്. ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ദാനരീതികളെക്കുറിച്ച് മനസ്സിലാക്കണം. ദാനരീതികൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആവശ്യത്തിൻ്റെ പരിമിതികളിലാൽ പരിമിതപ്പെടുത്തുന്നതല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പോഴും ദൈവം തരുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്തത് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എപ്പോഴും പിടിച്ചേ ചെയ്യത്തുള്ളൂ. അതാണ് നമുക്ക് വരുന്ന അബദ്ധം. ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കാര്യം ദൈവത്തിൻ്റെ മോഡ് ഓഫ് ഗിവിങ്ങും നമ്മളുടെ മോഡ് ഓഫ് പ്രെയറും തമ്മിൽ ദൈവം സമൃദ്ധമായി നൽകി. ഇപ്പോൾ ഉദാഹരണത്തിന് 6:38 എടുത്തേ, ലുക്കായുടെ സുവിശേഷം. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. അതായത് നമ്മുടെ ഭാഗത്ത് വരേണ്ടത് നോക്കിയേ, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി. ഇതിനെ കുറിച്ചാണ് പറയണത്? നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയണത്. അത് വിശ്വാസമായാലും പ്രത്യാശയായാലും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ക്യാഷ് ആൻഡ് കൈൻഡ് നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയേണ്ടത്. കൊടുക്കുവിൻ. അപ്പൊ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതെ, അമർത്തിക്കുലുക്കി. അമർത്തിക്കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാല് എന്നിട്ട് പിന്നെ പറയുന്ന വാക്കുണ്ട്. എന്താണ്? നിങ്ങൾ അളക്കുന്ന, അത് വചനം വായിച്ച്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ. ഇതാണ് വെറുതെ ഇരന്ന് പണിമഴിക്കാണ് നമ്മള്. നിങ്ങൾ അളക്കുന്ന അളവ് കോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യും? കുർബാനയ്ക്ക് പോകുമ്പോൾ അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് പോകാമെന്ന് വയ്ക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ കുർബാനയെ അളക്കുകയാണ് അല്ലേ? കുടുംബ പ്രാർത്ഥന നിങ്ങൾ പറയും ഒരു ഗസ്റ്റും ചെല്ലിയാൽ മതി എന്ന് പറയും, അല്ലെ പറയും നിങ്ങൾ വെളുപ്പിനെ ചെല്ലാമെന്ന് പറയും. അത് നിങ്ങൾ മാറ്റിവെക്കും. നിങ്ങൾ ഇന്ന് എങ്ങനെ ഈ രീതിയിലെത്തി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് ഗതികെട്ട പ്രേതം പോലെ ഇങ്ങനെ നടക്കുകയല്ലേ? ഒന്നും ചെയ്ത് ശരിയാണില്ല. എന്താ? നിങ്ങൾ ദൈവത്തിന് പണി കൊടുത്ത് ജീവിച്ചിട്ടാണ്. നിങ്ങൾ അളക്കുന്ന അളവ് കോല് കൊണ്ട് തന്നെ കർത്താവ് ഞങ്ങൾക്ക് അളന്നു തരുമെന്ന് പറഞ്ഞില്ലേ? അത് നമ്മൾ അനുവർത്തിക്കുന്ന വചനങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും നമ്മുടെ അനുഗ്രഹം വരണത്. അതാണ് ഉടമ്പടിയുടെ ഒരു അത് മാത്തമാറ്റിക്സ് അതാണ്. അതായത് നിങ്ങൾ അളക്കുന്ന അളവ് കോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന് ഈശോ പറഞ്ഞു. അത് ലുക്ക 6:38 അവസാനം പറഞ്ഞതാണ്. പക്ഷെ അത് തന്നെയാണ് ഈ തോബിത്തിൽ പറയണത് 14:9 പറയണത്. എന്താണ്? നിങ്ങൾക്ക് ശുഭം ഭവിക്കാൻ നിങ്ങൾ പ്രമാണങ്ങളെ അനുസരിക്കുക. കർത്താവിൻ്റെ വചനം ഏത് തോതിൽ നമ്മൾക്ക് അതിൻ്റെ ആഴത്തിലും ഉയരത്തിലും നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയോ അതിനാനുപാതികമായിരിക്കും നിങ്ങളുടെ ജീവിതം ശുഭമാക്കപ്പെടുക, കൃപയാക്കപ്പെടുക. ചില ആൾക്കാർ കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ എനിക്ക് ചില സമയത്ത് ഇവിടെ വന്ന് ചോദിക്കണം, കേൾക്കാം, ഈ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? കൊള്ളാം. ഇപ്പോൾ ക്ലാസ്സിൽ ഉറങ്ങിയിരുന്നു അവിടെ ഇരുന്നേ, അവിടെ മുകളിൽ പോയിരുന്ന് ഉറങ്ങിയിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ആകാശപ്പം അറിയാതെ തിരിയും പിടിച്ചുകൊണ്ട് തീപ്പിച്ചാച്ചപ്പോൾ അങ്ങടികൾ നടക്കണം കാണാൻ ചില ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള അലപരാധികളെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പോലെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ശാസിക്കുന്നത്, അല്ല നിങ്ങളെ വഴക്കിടുകയല്ല. നിങ്ങളെ ശാസിക്കുന്നതിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും, ദൈവത്തിനെയും കിട്ടും. അതാണ് ഉടമ്പടി എടുത്താൽ 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും, പിന്നെ എന്താണ്?
ദൈവത്തിനെയും കിട്ടും. പിന്നെ ദൈവത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ആത്മധൈര്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. റൂബി കുറ്റൂർ, തൃശ്ശൂർക്കാരത്തിയാണ്. ആ സാക്ഷ്യം കേൾക്കണം, നല്ല രസമാണ്. അവരുടെ മനസ്സിന് ധൈര്യം പോയിരിക്കുക. ഇപ്പോൾ ധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. അപ്പോൾ ധൈര്യം പോയി. എന്താ കാര്യം അറിയാമോ? വീട് ഡിലാപ്പിഡേറ്റഡായി. അവിടെ വീട് ഉറങ്ങിയിരിക്കുക. അത് ഇടിഞ്ഞു മുടിഞ്ഞ് ആഴെ വീണാൽ പിന്നെ പുതിയ വീട് വെക്കാൻ കാശില്ല. അപ്പോൾ വിഷമിക്കുകയാണ് ആൾ. അപ്പോൾ ഇത്രയും വീട് സെറ്റ് ചെയ്ത് പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ നടക്കാതെ വന്നപ്പോൾ ഇവർ വന്ന് ഉടമ്പടി എടുക്കും വീട് വെക്കാൻ വേണ്ടി. അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ അങ്ങനെ ജീവിക്കുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ സ്വീകരിച്ച് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കറക്റ്റ് ചെല്ലി തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഇവർ ആ ദിവസങ്ങളിൽ ഉടമ്പടി ദിവസങ്ങളിൽ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പള്ളിയുടെ വാതിക്ക് നിൽക്കുമ്പോൾ പള്ളിയുടെ വാതിക്കൂടെ കയറാൻ നേരത്ത് പള്ളിയുടെ കിണറ്റിൻ്റെ വാതിക്ക് ഒരു സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ഒരു ചേർത്ത് നിൽക്കണം. ഇവിടത്തെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു കുടയും പിടിച്ച് നിൽക്കുകയാണ്. ഒരു കുടയും പിടിച്ച് സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ചേർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. വരാരിയിൽ അവിടെ ഇല്ല. അവരകത്ത് കയറി പള്ളിയുടെ അകത്തിരുന്നപ്പോഴും ഇവർ നോക്കുന്നുണ്ട്. ഇവർക്ക് ഇവരോട് എന്തോ പറയാനുണ്ട്. ഈ ചേടത്തിക്ക്, ഈ സിമൻറ്റ് ബക്കറ്റും പിടിച്ച് കുടയും പിടിച്ചിരിക്കുന്ന ചേടത്തിക്ക് ഇവരോട് എന്തോ പറയാനുണ്ട്. പക്ഷെ അവർക്ക് അടുത്ത് വന്നിരുന്നെങ്കിൽ പറയാൻ പറ്റിയാലും, പക്ഷെ അവരങ്ങനെ വരേണ്ട കാര്യമാണെന്ന് തോന്നിയില്ല. അവരകത്ത് കയറി കഴിഞ്ഞപ്പോഴും ഇവർക്കൊരു ധൈര്യം കിട്ടി. അവരതാ പറയണത്, ഈ ചേടത്തെ കണ്ടതിന് ശേഷം എനിക്ക് വല്ലാത്ത ധൈര്യമായി. പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എൻജിനീയർ വന്ന്, അത്രയും നാൾ വരാതിരുന്ന മനുഷ്യൻ വന്നിട്ട് പെരക്ക് സ്ഥാനം വളർന്നിട്ട് സ്കെച്ചും പ്ലാനും ആക്കിയിട്ട് ഉടനെ പെരപ്പണി ആരംഭിച്ചു. പെരപ്പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി. 5 ദിവസത്തെ ധ്യാനത്തിന് പോയി. അപ്പോൾ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, കൗൺസിലിംഗ് ചെയ്യുന്ന ബ്രദർ ചോദിച്ചു, കൃപാസനം മാതാവിനെ കണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിയർത്തു പോയി എന്ന് പറഞ്ഞ്. കാര്യം ബ്രദറിനെ അവർ കിണറ്റിൻ ചുവട്ടി വെച്ച് കണ്ട ആൾ കൃപാസനം മാതാവാണെന്ന് അമ്മക്കറിയത്തില്ല. അതുകൊണ്ട് ബ്രദറിലൂടെ അമ്മയെ വെളിപ്പെടുത്തിയാണ്. അപ്പോൾ കറക്റ്റല്ലേ? സിമൻറ്റ് ബക്കറ്റ് പെരപടിയാനും ഉള്ള ആൾക്കാർ ഉപയോഗിക്കണമല്ലോ സിമൻറ്റ് ബക്കറ്റ്. കുടയെന്ന് പറഞ്ഞാൽ എന്താണ്? വീടിന് നമ്മൾ ഉപയോഗിക്കുന്നത് കുടയാണ്. വീടിൻ്റെ സിമ്പിൾ എന്താണ്? കുടയാണ്. മഴ വരാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വീട് പണി താമസിക്കണത്. അപ്പം നിൻ്റെ വീട് പണിയാൻ വേണ്ടി ഞാൻ റെഡിയാണ്. സിമൻറ്റ് ബക്കറ്റും പിടിച്ച് കുടയും പിടിച്ച് ആൾ നിൽക്കുകയാണ്. കൈ ഇട്ടിച്ച് കർത്താവ്. അപ്പോൾ ഇപ്പോൾ ജോസഫത്തിന് മാത്രമല്ല മാതാവ് പ്രത്യക്ഷപ്പെടണത്. എല്ലാവർക്കും, ആർക്കെല്ലാം ധൈര്യം പോകുന്നുണ്ടോ, ആർക്കെല്ലാം കണ്ണീര് പൊടിയുന്നുണ്ടോ, ആർക്കെല്ലാം രോഗമുണ്ടോ, ആർക്കെല്ലാം വിഷമമുണ്ടോ, അവിടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സഞ്ചാരി മാതാവ് ഈ ദുരന്തമുണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ നമ്മളെ കൊണ്ട് ലോകത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടത്തിലെ കാർപ്പോട് കൂടി കർത്താവ് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മക്കളെ. ആ മത്തായിയുടെ ശ്രീകാരുടെ സുവിശേഷം 25:18 എന്തുകൊണ്ടാണ് യവന് ദൈവം 1 താലന്ത് മാത്രം കൊടുത്തത്? മറ്റുള്ളവർക്ക് 5ഉം 2ഉം കൊടുത്തപ്പോൾ ഈ കക്ഷിക്ക് എന്താ 1 കൊടുത്തത്? അവൻ കുഴിച്ചിടുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ദൈവമല്ലേ വിഷയം. അവൻ കുഴിച്ചിടുമെന്ന് ഈ ഒരു സംഭവം നടക്കത്തില്ല. ചുമ്മാ മടിയാൻ അഭ്യാസം കാണിക്കാൻ വേണ്ടി ഉടമ്പടിയെത്തി ഇരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് യവൻ കുഴിച്ചിടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ആളന്തരം നോക്കിയ ദൈവം പെരുമാറിയിരിക്കുന്നത്. 1 കൊടുത്തിരിക്കുന്നത്. പോയാലും 1 പോകത്തുള്ളൂ, ആ 2 പോകത്തില്ലല്ലോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഈ ആളെ നോക്കുക ആദ്യം തന്നെ. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താ സംഭവിക്കണം. മിനിരാജൻ എന്താ പറയണത്? ഞാൻ ഉടമ്പടി ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ അതങ്ങനെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ അവൾ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അതുപോലെ തന്നെ നമ്മൾ നാളെ ഈ ഉടമ്പടിയുമായിട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ഇപ്പം ഞാൻ ചില സമയത്ത് ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ചിരിക്കും. സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കരയുകയും ചെയ്യും. ബൈബിൾ അങ്ങനെ ഒരു പുസ്തകമാണ്. കർത്താവിൻ്റെ ഫീലിങ്ങിലോടുകൂടി നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ വിസ്മയിക്കും, ചിലപ്പോൾ അന്തം വിട്ടു പോകും. ബൈബിൾ അങ്ങനെ ഒരു സംഭവമാണ്. അതെന്ത് സംഭവിച്ചു? ഞാനൊരു സമയം ബൈബിൾ വായിച്ചോ ചിരിച്ച്. എനിക്കറിയാം എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവില്ല. കാര്യം കർത്താവ് ആ വീട്ടിൽ ചെന്നിരിക്കണതാണ്. ആരുടെ? പത്രോസിൻ്റെ വീട്ടിൽ. പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്? പത്രോസിൻ്റെ ഭാര്യയുടെ അമ്മ വലിയ കൊടിയ പനി പിടിച്ച് ഡെങ്കി അടിച്ച് കിടപ്പാണ്. പാർട്ടി വലിയ പനി പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് ഈശോയ്ക്ക് അറിയാം എന്താ സംഭവം. ഇവർ എഴുന്നേറ്റാൽ തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് വെള്ളം ആ വീട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ക്ലിയറാണ്, അതിൻ്റെ സംശയമില്ല. അത് എഴുതിയിട്ടുണ്ടായിരുന്നു.
ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ അങ്ങനെ ഒരു നല്ല സ്ത്രീയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും പത്രോസിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയി, മക്കളെ നോക്കിയത് മദർ ഇൻ ലോയാണ് എന്ന് പറയും. എനിവേ നോക്കിയല്ലോ, ഇനി ഭാര്യ ഉണ്ടായാലും കർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി പത്രോസ് പോയപ്പോൾ ഈ ഭാര്യനെയും മക്കളെ നോക്കിയതാരാണ്? ആ ചെടുത്തിയാണ്. ആ ചെടുത്തി ബേസിക്കലി നല്ല പ്രഷിതയാണ്. അവർ പനി പിടിച്ചാണ് കിടക്കണമെന്നുണ്ടെങ്കിലും അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയ്ത പരിപാടി എന്താണ്? അവരെ ശുശ്രൂഷിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 4:39 അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഇതാണ് പ്രശ്നം. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു വിഷയമാണ്. പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ് കിടന്നുണ്ടാക്കും. ഇല്ല വിഷയം ഇതല്ലേ. ശുശ്രൂഷിക്കാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പനിയല്ല പണ്ടാരം വിട്ടു മാറിയാലും കയ്യനങ്ങത്തില്ല അവരുടെ. ഈ ചേർത്തി കുറച്ച് ബെറ്ററാണ്. എന്താ പറഞ്ഞത്? പനി അവരെ വിട്ടുമാറി. ഇതെന്താ ചെയ്തത്? ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സങ്കടം കഴിഞ്ഞാൽ ഉടനെ ശുശ്രൂഷ മൈൻഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആവതുണ്ടെങ്കിൽ, ഇത്തിരി ആവത് കിട്ടിയാൽ, തല പൊങ്ങി കിട്ടിയാൽ അവർ കർത്താവിൻ്റെ ജോലി ചെയ്യും. ഉടമ്പടി എടുത്ത എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ സത്യക്കുക, നിൻ്റെ തല അല്പം പൊങ്ങിയ അപ്പം കർത്താവിൻ്റെ വേല നീ ചെയ്യുമെങ്കിൽ അത് നീ ചെയ്യുമെന്ന് കർത്താവ് മുൻകൂട്ടി അറിയാമെങ്കിൽ ദൈവം ഇപ്പം ഇവിടെ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. കൈയിട്ടിച്ച് കർത്താവിനെ ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഇപ്പൊ നമ്മൾ പട്ടിണിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ ഇല്ലായ്മക്കാരാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇല്ലായ്മ ഒരു ദിവസം ദൈവം പരിഹരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പരിഹരിക്കണ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമെങ്കിൽ കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ പട്ടിണിയും പ്രവട്ടവും കഷ്ടപ്പാടുമൊക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷേ നിങ്ങളെ ഒന്ന് നേരെ നിൽക്കാൻ, തല പൊങ്ങാൻ കർത്താവ് അനുവദിച്ചാൽ നിങ്ങൾ അതേസമയം തന്നെ മറ്റുള്ളവർ എല്ലാവരെയും സഹായിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. അത് വചനം ഏതാണെന്ന് അറിയാവോ? അതായത് 5:7 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 5:7 അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ വള്ളത്തിന് പണിയൊന്നും ഇല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു വലതുവശത്ത് വലയിറക്കുക, അപ്പം കിട്ടുമെന്നിരിക്കും. കിട്ടിയപ്പോൾ വല തകൃതിയായി കിട്ടിയത് എന്തുകൊണ്ടാണ് തകൃതിയായി? അതായത് ഒരു വള്ളത്തിനല്ല കൊടുത്തിരിക്കുന്നത്, 2 വള്ളത്തിനും കൂടി കൊടുത്തിരിക്കുക. അടുത്തുള്ള വള്ളങ്ങൾക്ക് എല്ലാം വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് കർത്താവ്. അവർക്കത് മനസ്സിലായത്. പക്ഷേ നമ്മുടെ ഒരു വീടിന് വേണ്ടി മാത്രമല്ല ദൈവം അനുഗ്രഹിക്കണത്. ദൈവം നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിമാർ, ചേട്ടത്തിമാർ, ചേട്ടന്മാർ, അയൽവാസികൾ, അന്യമതസ്ഥർ, അയൽവാസികളുമായി നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന, നമ്മുടെ കൂടെ താമസിക്കുന്ന പാവപ്പെട്ടവർ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത്. ഈ ഒരു ബോധം ഉണ്ടാകണം. കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം എടുത്തുകൊണ്ട് അണ്ണാക്കിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ദൈവം പിന്നെ കാലണ കാശൊക്കെ തരത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, ദൈവത്തിൻ്റെ മനസ്സറിയണം. ഇല്ലായ്മയാണ് വല്ലായ്മയാണെന്ന് കണ്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമ്പോൾ തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ തരുന്നതിൻ്റെ കാരണം മറ്റുള്ളവർ സഹായിക്കാൻ തന്നെയാണ്. അതാ വചനം പറഞ്ഞത്. അവർ മറ്റു വള്ളക്കാരെ ആംഗ്യം കാണിച്ച് വിളിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇവർക്ക് എടുത്താൽ പൊങ്ങാത്ത കൊണ്ടാണ്. എന്താ എടുത്താൽ പൊങ്ങാത്ത വന്നത്? അവർക്കുള്ളത് കൂടി കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് പൊങ്ങാൻ പറ്റും. പക്ഷെ അവരത് മനസ്സിലാക്കി. എടുത്താൽ പൊങ്ങാത്ത സംഭവമാകുമ്പോൾ അവർക്കുള്ളത് കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് കൊടുത്തു. അവരുടെ മറ്റു വള്ളങ്ങളെ മുങ്ങാറാകുളം നിറച്ച്. അപ്പോൾ ദൈവത്തിനറിയാം ഇവരങ്ങനെ ചെയ്യുമെന്നറിയാം. നിന്റെ സഹോദരനെ, ശത്രുവിനെ പോലും നീ നാളെ സന്ധിക്കുമെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലോട്ട് നീ മാറുകയാണ്, ഉടമ്പടി പ്രകാരം മാറുകയാണെങ്കിൽ ദൈവപൈതലേ ഇന്ന് ഈ രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നീ ഒരു തീരുമാനം എടുക്കണം. ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷിയായി ഉടമ്പടി പ്രകാരം എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ കാലത്ത് നടന്ന ദൈവത്തിന്റെ മനസ്സലിവിന്റെ അനുകമ്പാരിതമായ പരസ്നേഹ ഉപവിപ്രവർത്തനങ്ങള് എല്ലാ കാലങ്ങളിലും സൂര്യൻ അസ്തമിക്കണവരെ നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഞാൻ പോയാലും നിത്യത്തിലേക്ക് പോയാലും ഞാൻ അരൂപിയിൽ ആത്മാവിൽ നിങ്ങളുടെ കൂടെ വസിക്കുമ്പോഴും നിങ്ങളിവിടെ ഉണ്ടായിരുന്ന കാലം എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം.
രോഗിയെ കാണുമ്പോഴും ഇല്ലായ്മയെ കാണുമ്പോഴും വരായ്മയെ കാണുമ്പോഴും നിങ്ങൾ അവരെയെല്ലാം ഞാനാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ മനസ്സലിവ് ഈ കാലഘട്ടങ്ങളിൽ എന്നെ സ്വീകരിക്കുന്നവരിലൂടെ ഇതിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഈ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ ഉപവിയുടെ ദൈവരാജ്യമായി മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് സംസാരിച്ചത്. മത്തായിയുടെ സുവിശേഷം 25:35 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ 25:35 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ആർക്കെല്ലാം എന്തെങ്കിലും ചെയ്തോ, ആരെല്ലാം പട്ടിണിയും പരിവട്ടവും വിഷമവും വേദനയും കാരാഗ്രഹവുമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിക്കുന്നുണ്ടോ, അവരെല്ലാം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ കണ്ണീരിനോട് മാനുഷികമായ അജ്ഞത പുലർത്താൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തവൻ ഇന്ന് നിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൈയായി കാലായി അവനായി നീ തുടരേണ്ട സുവിശേഷ ജോലിയാണ് ഉടമ്പടി നിന്നെ ഏൽപ്പിക്കുന്നത്. കൈയടിച്ച് കർത്താവ് വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് കൃപാസനത്തിന് ഈശോ തന്ന ഏറ്റവും വലിയ അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥനാ രൂപമാണ് രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അനേകം മക്കളാണ് ഈ സമയത്ത് തീർത്ഥാടനത്തിൽ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും. അവരെപ്പോഴാണ് ഈ ആരാധന കൂടാൻ സൗകര്യം കിട്ടുന്നത് അപ്പോഴൊക്കെ അവർ സൗഖ്യപ്പെടുന്ന സന്ദേശങ്ങൾ സാക്ഷ്യം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്, യൂട്യൂബിലുണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിലും വിശ്വാസത്തിലും വേണം നിങ്ങൾ കൈവെക്കാൻ. നിങ്ങൾ കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആണിപ്രദാനം അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൈകൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കൈകളെ അങ്ങയുടെ ആണിപ്പഴുതാർന്ന അത്ഭുത കരങ്ങളായി അങ്ങ് മാറ്റണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ച അങ്ങയുടെ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വയ്ക്കണമേ. കർത്താവേ, ലാസനെ ഉയർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. അതെന്റെ കണ്ണിനെ സ്പർശിച്ച അങ്ങയുടെ കരുണയുടെ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ അങ്ങയുടെ ആശീർവാദ കരങ്ങള് ഇപ്പോൾ എന്റെ മേൽ വയ്ക്കണമേ. പാപങ്ങള് എഴുതി തള്ളിക്കൊണ്ട് പാപിനോട് സംസാരിച്ചപ്പോഴ് എഴുതിയ കർത്താവേ, അങ്ങയുടെ പാപക്ഷമയുടെ കരങ്ങള് ഇപ്പോൾ എന്റെ മേൽ വെക്കണമേ. 5 അപ്പത്തെ ആശീർവദിച്ച് 5000 പേർക്കായി വിളമ്പിയ കർത്താവേ, അങ്ങയുടെ അപ്പത്തെ ആശീർവദിച്ച കരങ്ങള് എന്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ വെക്കണമേ. കർത്താവേ, ചെകിടന് തുറക്കപ്പെടട്ടെ കൽപ്പിച്ചുകൊണ്ട് ചെവികളിലെ വയ്ക്കപ്പെട്ട അങ്ങയുടെ സൗഖ്യ കരങ്ങള് എന്റെ ശരീരത്തിലെ രോഗമുള്ളെടുത്ത് ഇപ്പോൾ വെക്കണമേ. ഉച്ച മുതല് കാൽ വരെ അർശസ് രോഗങ്ങള്, അർശ രോഗങ്ങള്, വെരിക്കോസിന് അസുഖങ്ങള്, വിസർപ്പ രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ആന്തരിക സൗഖ്യങ്ങള്, അവയവങ്ങളുടെ സൗഖ്യങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ടിബി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, കല്ലുണ്ടാകുന്ന രോഗങ്ങള്, മരവിപ്പ് രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ പോകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് കൈകൾക്ക് ഒപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരെല്ലാം അവരുടെ ഏതെല്ലാം
കാലത്ത് അവരേതെല്ലാം കാലത്ത് എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാലും ഇതിനെല്ലാം വേണ്ടി ഈ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ശക്തിവിശേഷം അവർക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, എല്ലാവർക്കും വേണ്ടി ഈ സ്വർഗീയ നിമിഷങ്ങളിലെ മാധ്യസ്ഥം വഹിക്കണമേ. മക്കളില്ലാത്തവര്, സ്ത്രീ സണ്ടത്വമുള്ളവര്, സ്ത്രീ സംബന്ധമുള്ളവര്, സ്ത്രീ സണ്ടത്വമുള്ളവര്, പുരുഷ സണ്ടത്വമുള്ളവര്, കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. ജീവനമായിട്ടുള്ള ശക്തിവിശേഷം അങ്ങിലേക്ക് അങ്ങിൽ നിന്ന് ഒഴുകട്ടെ. മക്കളില്ലാത്തവർക്ക് ഈ നിമിഷം നിങ്ങൾ ജനിക്കാൻ ശക്തി ലഭിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവമേ, ജോലി ഇല്ലാത്തവരെ, തടസ്സമുള്ളവരെ, PR കിട്ടാത്തവരെ, പരീക്ഷയിൽ ആദ്യം തോറ്റവരെ, റീവാലുവേഷൻ കൊടുത്തവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, എല്ലാവരുടെ മേലും കർത്താവിന്റെ ശക്തി സംരക്ഷണം നിറയട്ടെ. പ്രാർത്ഥിക. കർത്താവ് ദൈവമേ, കടങ്ങളുള്ളവര്, ജപ്തി നടപടിയെ സങ്കടം അനുഭവിക്കുന്നവരെ, ഭയപ്പെടുന്നവരെ, പരിഹരിക്കാൻ മാർഗമില്ലാത്തവരെ, വിൽക്കാൻ പറ്റാത്തവരെ, വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എല്ലാവരുടെ മേലും സമാശ്വാസത്തിന്റെ പുതിയ വഴികള് കാണിക്കണമേ. പിതാവായ ദൈവമേ, മക്കളില്ലാത്തവര്, ഓട്ടിസമുള്ളവര്, കുഞ്ഞുങ്ങള്, ബ്രെയിനിൽ വെള്ളം കെട്ടി കിടക്കുന്ന കുഞ്ഞുങ്ങള്, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങള്, ബുദ്ധിബോധമില്ലാത്ത കുഞ്ഞുങ്ങള്, കർത്താവിന്റെ കാരുണ്യ മധ്യസ്ഥതരെ ഉടമ്പടിയെടുത്ത് പോയ എല്ലാവരിലേക്ക് ആവശ്യിക്കട്ടെ. വൈരാഗ്യങ്ങള്, ശത്രുതകള്, എടുക്കാത്ത അവസ്ഥകള് യേശുവിന്റെ നാമമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, വിവാഹബന്ധം വേർപെടാൻ പോകുന്നവര്, കോടതി കേസ് കിടക്കുന്നവര്, ജീവിത പങ്കാളി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവര്, അവരുടെ മേലെ ആരാധനയിലെ കാരുണ്യം വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ,